എല്ലാവർക്കും നമസ്കാരം. RRB ഗ്രൂപ്പ് ഡി എക്സാംസ് ഈ ഒരു 3 മാസത്തെ കാലയളവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അസ്ത്ര ബാച്ച്, RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച്. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ ആപ്പിലും അതേപോലെ തന്നെ യൂട്യൂബിലും നമ്മൾ ഒരുപാട് കണ്ടന്റ് ക്ലാസ്സുകൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയായി ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പോൾ ഞാനാണ് മാത്സിന്റെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ മാത്സിന്റെ തന്നെ 6-7 വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷനായി തുടർച്ചയായി നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും RRB ഗ്രൂപ്പ് ഡി ബാച്ചായ അസ്ത്ര ബാച്ചിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സ്ക്വയേഴ്സ് എങ്ങനെ കാണാം, സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നാണ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സസിൽ പറഞ്ഞു, നിങ്ങൾ 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ കാണണം എന്നുള്ളത് നമുക്ക് പഠിക്കാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ ബാക്കി പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പറയാം. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് 1 മുതൽ 30 വരെയുള്ള സ്ക്വയേഴ്സിന്റെ ടേബിളാണ്. 1 സ്ക്വയർ മുതൽ ഇവിടെ 30 സ്ക്വയർ വരെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണാലോ അല്ലേ? അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അടുത്ത സ്ക്വയേഴ്സ് ഇനിയുള്ള 30 കഴിഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സ് എങ്ങനെ കാണാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കി, സ്ക്വയേഴ്സ് എങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം. നോക്കി ആദ്യം ഒരു ബേസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടി വരും. ബേസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസ് എന്ന് വെച്ചാൽ അടിസ്ഥാനം. ഒരു ബിൽഡിംഗ് കെട്ടുക, ഒരു വീട് വെക്കുക. അടിസ്ഥാനം ഇല്ലെങ്കിൽ വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? മുകളിലേക്ക് കെട്ടിപ്പോക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെയും അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ബേസ് അടിസ്ഥാനം നമ്മൾ തയ്യാറാക്കിയേ പറ്റൂ. അടിസ്ഥാനം, ആ അടിസ്ഥാനമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. 100 കേട്ടിട്ടില്ലേ? 100 ആണ് നമ്മുടെ ഈ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ബേസ്, അടിസ്ഥാനം 100 ആണെന്ന് പറഞ്ഞു. 100ൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ സ്ക്വയേഴ്സ്, പല നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അത് നമ്മൾ പഠിക്കും. 100 എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ബേസ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അൾട്ടിമേറ്റ് ബേസ് ആണ് 100 ഈ എല്ലാത്തിന്റെയും ബേസ്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമായി. നോക്കി, ഒരു നമ്പർ 102ന്റെ സ്ക്വയർ. 102ന്റെ സ്ക്വയർ എങ്ങനെ കാണും? നിങ്ങൾ 30 വരെയുള്ള സ്ക്വയേഴ്സേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള സ്ക്വയേഴ്സ് നിങ്ങളുടെ ആരും പഠിക്കാൻ പറയില്ല. അതൊരു ലിമിറ്റാണ്. ഒരുപാട് മാത്സിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കാണാതെ പഠിക്കാൻ പറയില്ല. പക്ഷെ 30 വരെ പഠിച്ചേ പറ്റൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കി, 102ന്റെ സ്ക്വയർ എങ്ങനെ കാണാം? ഞാനാണ് എങ്കിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതും 10404. കാരണം ഞാൻ ഈ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങളും ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഈ ഒരു സ്പീഡിലേക്ക് എത്തും. നോക്കി, ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. 2 ഭാഗമായിട്ട് ആദ്യമേ ഡിവൈഡ് ചെയ്യുക. 2 പാർട്ടായിട്ട് ആദ്യമേ ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 2 ഭാഗമാക്കുക, 2 പാർട്ട് ആക്കുക. എന്നിട്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും ചെയ്തു വരുന്നത്. വലത് നിന്നും ഇടതേക്കായിരിക്കും ചെയ്തു വരുന്നത്. കഴിഞ്ഞല്ലോ? 2 ഭാഗമാക്കുക, വലത് നിന്നും ഇടതേക്കായിരിക്കും നമ്മൾ ചെയ്തു വരുന്നത്. 2 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ബേസിലേക്ക് പോവുക. 100 അല്ലേ നമ്മുടെ ബേസ്? 100ൽ നിന്ന് എത്ര കൂടുതലാണ് ഈ നമ്പർ? നമ്മുടെ നമ്പർ 102. 100ൽ നിന്ന് എത്ര കൂടുതൽ? ഇനി കുറവ് നമ്മൾ പറയും. എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ്? 102 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് കൂടുതലല്ലേ? എത്ര കൂടുതൽ? 2 കൂടുതൽ. ക്ലിയർ ആണോ? 2 കൂടുതൽ. 100, 101, 2 കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ആ 2ന്റെ ഏതാണോ കൂടുതലോ കുറവോ? എത്രയോ കൂടുതൽ, എത്രയോ കുറവ്? ഇവിടെ 2 കൂടുതൽ. ആ 2ന്റെ സ്ക്വയർ എടുക്കുക. എത്ര കിട്ടും? 4. നമ്മളുടെ ആദ്യത്തെ ഭാഗത്തിലേക്കുള്ള നമ്പർ കിട്ടി 4. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അവസാന ഭാഗത്ത്, അതായത് നമ്മുടെ വലതേ അക്ഷത്ത്, വലത് എൻഡില് ഒറ്റ ഡിജിറ്റ് ആയിട്ട് നമ്പർ പ്ലേസ് ചെയ്യരുത്.
ക്ലിയർ ആണോ? ഒറ്റ ഡിജിറ്റ് ആയിട്ട് ഒരു നമ്പറിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യരുത്. അപ്പൊ എന്ത് ചെയ്യുക? ഒരു 0 കൊടുക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഇല്ല. ഒരു ഡിജിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യരുത്, 3, 4, 5, 6 ഡിജിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യരുത്. എപ്പോഴും 2 ഡിജിറ്റ് ആയിട്ട് മാത്രം പ്ലേസ് ചെയ്യുക. 2 ഡിജിറ്റ് ഇതിൽ കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ എന്താ? 0 4. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം ഇതിലും സിമ്പിളാ. നോക്കിയിരുന്നു രണ്ടാമത്തെ ഭാഗം. നോക്കി, 100 ആണ് നമ്മുടെ ബേസ്. എപ്പോഴും അതാ ഞാൻ പറഞ്ഞത്, ബേസ് മറക്കരുത്. ബേസ് ഒരിക്കലും മറക്കരുത്. ബേസിൽ നിന്നാണ് നമ്മൾ എല്ലാം കാണുന്നത്. ഓക്കെ, 100 ആണ് നമ്മുടെ ബേസ്. നമ്മുടെ നമ്പർ എത്ര? 102. 100ൽ നിന്ന് എത്ര കൂടുതലാ? 102. ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 കൂടുതലല്ലേ 102? 100ൽ നിന്നും 2 കൂടുതലല്ലേ 102? ആണല്ലോ. അപ്പോ നമ്മുടെ നമ്പർ എന്താ ഇവിടെ? 102 അല്ലേ നമ്മുടെ നമ്പർ? ആ 102ന്റെ കൂടെയും 100ൽ നിന്ന് എത്ര കൂടുതലാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. 100ൽ നിന്ന് നമ്മുടെ നമ്പർ 2 കൂടുതലാണ്. അപ്പോൾ നമ്മുടെ നമ്പറിൽ നിന്നും 2 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. +2. എന്ത് കിട്ടി? 104. ഇത് അതേപോലെ ഇവിടെ കൊണ്ട് എഴുതുക. കഴിഞ്ഞു. 104. ഇതാണ് 102ന്റെ സ്ക്വയർ. ആദ്യം മുതൽ ഒന്നും കൂടെ പറയാം. ബേസ് ഫിക്സ് ചെയ്യുക. ബേസ് എത്രയാ? 100. അൾട്ടിമേറ്റ് ബേസ് 100 ആണ്. അൾട്ടിമേറ്റ് ബേസ് എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറയും. 100 ആണ് ബേസ്. ഞാൻ 102ന്റെ സ്ക്വയർ കാണാൻ നിങ്ങളെ പഠിപ്പിക്കുക. നോക്കിയേ, 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ വലത് നിന്ന് ഇടതേക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. വലത് നിന്ന് ഇടതേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പാർട്ടാക്കി. നോക്കി, 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 2 കൂടുതൽ. 100ൽ നിന്ന് 2 കൂടുതലാണ് നമ്മുടെ കയ്യിലുള്ള നമ്പർ. അപ്പൊ എന്ത് ചെയ്യുക? 2ന്റെ സ്ക്വയർ എടുക്കുക. 4 കിട്ടി. പക്ഷേ അവസാന ഭാഗത്ത് സിംഗിൾ ഡിജിറ്റ് ആയിട്ട് നമ്പർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് ആയിട്ടേ പ്ലേസ് ചെയ്യാൻ പറ്റൂ. 2ൽ കൂടുതലോ 2ൽ കുറവോ ആവാൻ പാടില്ല. അപ്പൊ നമ്മളൊരു 0 കൊടുത്തു. അപ്പൊ എന്തായി? 04. ഒരു പാർട്ട് കഴിഞ്ഞു. വലത്തേതിൽ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? 100ൽ നിന്ന് ബേസിലേക്ക് പോവുക. 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? ഓൾറെഡി നമ്മൾ പഠിച്ചു, 2 കൂടുതൽ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ നമ്പറായ 102ൽ നിന്നും 2 കൂടുതൽ ആഡ് ചെയ്യുക. 2 കൂട്ടി കൊടുക്കുക. അപ്പൊ എന്തായി? 104. ഡയറക്റ്റ് കൊണ്ട് എഴുതുക. ക്ലിയർ ആണോ? അപ്പൊ എന്തായി? 10404 നമ്മുടെ സ്ക്വയർ. നമ്മുടെ 102ന്റെ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ എല്ലാ നമ്പറിനെയും ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ 100ന് കുറച്ച് ബാക്കിലേക്കും കുറച്ച് ഫ്രണ്ടിലേക്കുമുള്ള നമ്പേഴ്സ് മാത്രമേ ചൂസ് ചെയ്യാവൂ. ബാക്കിയുള്ളതിന് അടുത്ത മെത്തേഡ് ഉണ്ട്, നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ. ഓക്കെ, അടുത്ത ഒരു നമ്പർ തരാം. നിങ്ങളൊന്ന് ചെയ്ത് പറഞ്ഞേ. അടുത്ത ഒരു നമ്പർ, നെക്സ്റ്റ് നമ്പർ 102 നമ്മൾ പഠിച്ചു. 102 എങ്ങനെയാണ് സ്ക്വയർ കാണേണ്ടത്, അല്ലെങ്കിൽ 100-നടുത്തുള്ള 102 എന്ന് പറയുന്ന നമ്പർ എങ്ങനെയാണ് സ്ക്വയർ കാണേണ്ടത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ഒരു നമ്പർ തരാം. അടുത്ത ഒരു നമ്പർ 104. 104ന്റെ സ്ക്വയർ കാണുക. 104ന്റെ സ്ക്വയർ എങ്ങനെ കാണുന്നത്? സെയിം മെത്തേഡ്. ആദ്യമേ 2 പാർട്ട് ആക്കുക, ഡിവൈഡ് ചെയ്തു. പിന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. എന്ത് ഫിക്സ് ചെയ്യുക? വലത് നിന്ന് ഇടതേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതും മൈൻഡിൽ ഉറപ്പിക്കാം. വലത് നിന്ന് ഇടതേക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? 100ൽ നിന്ന് എത്ര കൂടുതലാണ്? ആദ്യത്തെ സ്റ്റെപ്പ്, 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 4 കൂടുതലാണ്. 102 എന്ന് പറഞ്ഞാൽ 2 കൂടുതലായിരുന്നു. 104 ആയപ്പോൾ 100ൽ നിന്ന് എത്ര കൂടുതലാ? 4 കൂടുതലാണ്. +4. അപ്പൊ എന്ത് ചെയ്യാ? 4ന്റെ സ്ക്വയർ എടുക്കുക. 4ന്റെ സ്ക്വയർ എന്താ? 16. പക്ഷേ ഇവിടെ എന്താ? നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടിയത്. അപ്പൊ 0 വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് മതി? അവസാന ഭാഗത്ത് 2 ഡിജിറ്റ് നമ്പർ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അതുകൊണ്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ എന്ത് എഴുതുക? 16 അവസാന ഭാഗമായിട്ട് എഴുതുക. ഇനി എന്താ ചെയ്യണ്ടേ? ബേസിലേക്ക് പോവുക. 100 ആണ് ബേസ്. എത്രയാണ് നമ്മുടെ നമ്പർ കൂടുതൽ? 4 ആണ് കൂടുതൽ. അപ്പൊ നമ്മുടെ നമ്പറിൽ നിന്ന് എന്താ ആഡ് ചെയ്യുക? 4 ആഡ് ചെയ്യുക. 2. 104 ആണ് നമ്മുടെ നമ്പർ. 100ൽ നിന്നും 4 കൂടുതലാണ് നമ്മുടെ നമ്പർ. അപ്പൊ എന്ത് ചെയ്യാ? 4 ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എന്താ? 108. ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുക. അപ്പൊ എന്താണ് 104ന്റെ സ്ക്വയർ? 10816. 10816. ഇത്രേ ഉള്ളൂ. സിമ്പിളാ. ആദ്യത്തെ ആ ഒരു ഒറ്റ മോഡൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തു പോവാം. പിന്നെ ഒന്നും ബുദ്ധിമുട്ടില്ല.
ഇത് ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത ഒരു നമ്പറിലേക്ക് പോവാം. 102 നമ്മൾ നോക്കി, 104 നോക്കി. അങ്ങനെയാണ് എങ്കിൽ 113ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒന്ന് പെട്ടെന്ന് ചെയ്തു തന്നേ, പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. ഞാനും ചെയ്യാം. നോക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 2 ഭാഗമാക്കുക, മറക്കരുത്. 2 പാർട്ടാക്കുക. ലാസ്റ്റ് പാർട്ടിൽ 2 ഡിജിറ്റ് മാത്രമേ കാണാവൂ. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് പറഞ്ഞു തരാം. പിന്നെ വലത് നിന്ന് ഇടതേക്കാണ് നമ്മൾ ചെയ്യുന്നത്. വലത് നിന്ന് ഇടതേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മുടെ 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 13 കൂടുതലാ. 113 ആണ് നമ്മുടെ നമ്പർ. 100ൽ നിന്നും എത്ര കൂടുതലാ? 13 കൂടുതൽ. 13 കൂടുതലാണ് നമ്മുടെ നമ്പർ. 13 കൂടുതലാണ് നമ്മുടെ നമ്പർ. അപ്പൊ എന്ത് ചെയ്യാ? 13ന്റെ സ്ക്വയർ കാണുക. 13ന്റെ സ്ക്വയർ എന്താ? 169. ശ്രദ്ധിക്കണേ, 169. 169. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. 13 സ്ക്വയർ എല്ലാവരും പഠിച്ചല്ലേ? 30 സ്ക്വയർ എല്ലാവരും നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ എല്ലാം? ഓക്കെ, 169 ആണ് എന്ത്? 13ന്റെ സ്ക്വയർ. പക്ഷെ ഇവിടെ എന്താ നമ്മൾ എടുക്കാൻ പറഞ്ഞേ? അവസാന ഭാഗത്ത് എത്ര ഡിജിറ്റ് ഉള്ള നമ്പറേ ആകാവൂ? 2 ഡിജിറ്റ് ഉള്ള നമ്പർ മാത്രമേ ആകാവൂ. 2ൽ കുറവും പാടില്ല, 2ൽ കൂടുതലും പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് എടുക്കുക. അപ്പൊ എന്താ വരുന്നേ? 69 കൊണ്ടുവന്ന് എഴുതുക. പക്ഷേ അവിടെ എന്തുണ്ട്? ഒന്ന് ബാലൻസ് ഇല്ലേ? 169ൽ 6, 9 മാത്രമല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒന്ന് അവിടെ ബാലൻസ് നിൽക്കുകയല്ലേ? അതെന്ത് ചെയ്യുക? ഇവിടെ അടുത്ത ഭാഗത്തിന്റെ മുകളിൽ കൊണ്ട് എഴുതുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അടുത്ത ഭാഗത്തിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാ. ബാലൻസ് എപ്പോഴും എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് അവസാനം മാത്രമേ ആഡ് ചെയ്യാവൂ. ബാലൻസ് എപ്പോഴും എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് അവസാനം മാത്രമേ ആഡ് ചെയ്യാവൂ. ഓക്കെ, ഇപ്പൊ 1 ബാലൻസ് ഞാൻ അതിന്റെ മുകളിൽ അടുത്ത ഭാഗത്തിന്റെ മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. ആദ്യത്തെ ഭാഗത്തിന് ഒന്നും ചെയ്യാനില്ല. അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ആലോചിക്കുകയും വേണം. അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നോക്കിയേ, ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റെപ്പുകൾ ഒന്നും വ്യത്യാസമില്ല. ബാലൻസ് ആഡ് ചെയ്യണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. 100ൽ നിന്ന് എത്ര കൂടുതലാ? 13 കൂടുതൽ. അപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ നമ്പറായ 113ൽ നിന്നും എന്ത് കൂട്ടണം? 100ൽ നിന്ന് എത്ര കൂടുതലോ കുറവോ? ഇവിടെ കൂടുതലല്ലേ? 13 കൂടുതലല്ലേ? അപ്പോ 13 ആഡ് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുന്നേ? 126. 126 അല്ലേ? ഡയറക്റ്റ് കൊണ്ടുവന്ന് എഴുതിക്കോ. 126 കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? 113 സ്ക്വയർ 126 69 ആണോ? അല്ല. എന്തുകൊണ്ടല്ല? 169ന് 69 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ബാലൻസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണമല്ലോ. എവിടെ ആഡ് ചെയ്യണം? 126ന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എന്തായി? 12769. 12769. ഇതാണ് നമ്മുടെ 113 എന്ന നമ്പറിന്റെ സ്ക്വയർ. 113 എന്ന നമ്പറിന്റെ സ്ക്വയർ. ഒന്നുകൂടെ പറയാം, ബേസ് 100 ആണ്, 113 ആണ് നമ്മുടെ നമ്പർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 2 പാർട്ട് ആക്കുക. വലത് നിന്ന് ഇടതേക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർമ്മയിൽ വെക്കുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. പിന്നെ എന്ത് ചെയ്യുക? 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 13 കൂടുതൽ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? 13ന്റെ സ്ക്വയർ 169 കിട്ടി. 169 കിട്ടി. 169ൽ ആ 3 ഡിജിറ്റും 3 അക്കങ്ങളും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ലാസ്റ്റ് 2 ഡിജിറ്റ് അല്ലെങ്കിൽ മാക്സിമം 2 ഡിജിറ്റ് മാത്രമേ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റൂ. 2ൽ കൂടുകയും ചെയ്യരുത്, 2ൽ കുറയുകയും ചെയ്യരുത്. ഇവിടെ 3 ഉണ്ട്, അപ്പൊ 2 മാത്രം എടുക്കുക. 6, 9 പ്ലേസ് ചെയ്തു. ബാലൻസ് ഒന്ന് മുകളിലേക്ക് കൊണ്ടുവെക്കുക. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യുക? 100ൽ നിന്ന് എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 13 കൂടുതലാണ്. അപ്പൊ നമ്മുടെ നമ്പറായ 113ൽ നിന്നും എന്ത് കൂട്ടുക? 13 ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? 126 കിട്ടി. കൊണ്ട് എഴുതി. പക്ഷേ ബാലൻസ് ഒന്നും നിൽപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ആഡ് ചെയ്തേ പറ്റൂ. അപ്പൊ എന്താ നമ്മുടെ ആൻസർ? 12769. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മോഡൽ ചെയ്യാം. അടുത്തൊരു നമ്പർ ഒന്ന് ചെയ്യണേ. അടുത്തൊരു നമ്പർ നോക്കിയോ? അങ്ങനെയാണെങ്കിൽ 98 സ്ക്വയർ 98ന്റെ സ്ക്വയർ എന്ത് വരും? കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആയി കാണും. കാരണം എന്താ? 100ന് മുകളിലോട്ടുള്ള നമ്പർ അല്ല, 100ന് താഴെയുള്ള നമ്പറാ. സെയിം മെത്തേഡ് തന്നെ. ആദ്യമേ ഞാൻ പറഞ്ഞത് അതാണ്. 100ൽ നിന്ന് എത്ര കൂടുതലോ എത്ര കുറവോ അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ എന്താ? കുറവാ. എത്ര കുറവ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 2 ഭാഗമാക്കുക. സ്റ്റെപ്പുകൾക്ക് ഒന്നും ഒരു വ്യത്യാസമില്ല. നമ്മൾ
ഈ വലത് നിന്ന് ഇടതേക്കാണ് ചെയ്തു വരുന്നത്. ഓക്കെ, നോക്കിയേ 98 എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 2 കുറവാണ്. 2 കുറവാണ്. അപ്പൊ എന്ത് ചെയ്യാ? 2ന്റെ സ്ക്വയർ എടുക്കുക, ഒരു പ്രശ്നവുമില്ല. 2 സ്ക്വയർ എന്താ? 4 ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് കൊടുക്കുക? ഒരു 0 കൊടുക്കുക. അപ്പൊ എന്ത്? 0 4. അവസാനം എന്ത് വരും? 0 4. സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ നോക്കുക, അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ടാമതായിട്ട് 100ൽ നിന്ന് എത്ര കൂടുതലോ എത്ര കുറവോ. ഈ 98 എന്ന് പറയുന്ന നമ്പർ 100ൽ നിന്ന് കൂടുതലല്ലോ, കുറവല്ലേ? എത്ര കുറവാ? 2 കുറവാണ്. 2 കുറവാണ്. ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ നമ്പർ എന്താ? 98ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 100ൽ നിന്ന് 2 കുറവായാൽ നമ്മുടെ നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. 2 കുറച്ചോ? അപ്പൊ എന്താ? 96. കഴിഞ്ഞല്ലോ. ആ 96 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഇവിടെ കൊണ്ട് എഴുതാം? 96. അപ്പൊ എന്താ ആൻസർ? 9604. സെയിം സ്റ്റെപ്പ് തന്നെ, ഒരു പ്രശ്നമില്ല. അവിടെ കൂട്ടണമെങ്കിൽ ഇവിടെ കുറയ്ക്കണം. അത്രേ ഉള്ളൂ വ്യത്യാസമുള്ളത്. ക്ലിയർ ആണോ? 100 അടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്ത് നോക്കുകയാണോ? അങ്ങനെയാണ് എങ്കിൽ ഒരു നമ്പർ കൂടി ചെയ്ത് നോക്കിയോ? ഒരു നമ്പർ സെയിം മെത്തേഡ് തന്നെ, ഒരു നമ്പർ നോക്കി. 92 സ്ക്വയർ. 92ന്റെ സ്ക്വയർ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റിൽ ആൻസർ എഴുതുക. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ പഠിപ്പിച്ചതാണല്ലോ എല്ലാം. 92ന്റെ സ്ക്വയർ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ 51ന്റെ സ്ക്വയർ കാണണം. 51ന്റെ സ്ക്വയർ 100 ബേസ് ആക്കി എടുക്കാനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ നമ്പർ നോക്കി, 51 100ൽ നിന്ന് എത്ര കുറവാ? 49 കുറവാ. അപ്പൊ 49ന്റെ സ്ക്വയർ നമ്മൾ കാണണം. അത് കാണാൻ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് വേറെ മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ബേസ് മാറ്റുക, അടിസ്ഥാനം മാറ്റുക. ഒരു 100 നില കെട്ടിടത്തിനും ഒരു വീടിനും, അതായത് 2 നില കെട്ടിടം വീടിനും അല്ലെങ്കിൽ 1 നില കെട്ടിടം വീടിനും ഒരേ അടിസ്ഥാനം അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. അടിസ്ഥാനം വേറെ അല്ലേ? അതേപോലെ തന്നെ അടിസ്ഥാനം മാറ്റുക, ബേസ് മാറ്റുക. നോക്കി, 51 ആണ് നമ്പർ. നമുക്ക് എന്ത് ബേസ് എടുക്കാം? പറഞ്ഞോ? 50 ബേസ് എടുക്കാം. 50 എടുക്കാം. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യണം നമ്മൾ അവസാനം, അത് പറഞ്ഞുതരാം. പോകെ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു അൾട്ടിമേറ്റ് ബേസ് 100 ആണ്. അത് വെച്ചൊരു കാര്യം ചെയ്യണം, പറഞ്ഞുതരാം. 51ന്റെ സ്ക്വയർ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റെപ്പുകൾക്കൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. 2 പാർട്ട് ആക്കുക, 2 ഭാഗങ്ങളാക്കുക. ക്ലിയർ ആണോ? ഇവിടെയും ഇത് തന്നെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, വലത് നിന്ന് ഇടതേക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിലും വ്യത്യാസമില്ല. ഇനി നോക്കി, നമ്മുടെ ബേസ് ആയ 50ൽ നിന്നും എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 1 കൂടുതലാണ്. നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ 1 കൂടുതലാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആദ്യത്തെ പടി എന്താ? എത്ര കൂടുതലാണ്? 1 കൂടുതലാണ്. അപ്പൊ എന്തിന്റെ സ്ക്വയർ എടുക്കുക? 1ന്റെ സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ എന്താ? 1. 1നെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റുമോ? അവസാന ഭാഗത്ത് 1 ഡിജിറ്റോ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ പറ്റുമോ? ഇല്ല. 2 അക്കം നമ്പർ മാത്രമേ അവസാനം ഇടാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 0 കൊടുക്കുക. അപ്പൊ അവസാന ഭാഗം എന്ത് കിട്ടി? 0 1. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, 50 ബേസിൽ നിന്നും എത്ര കൂടുതൽ? 1 കൂടുതൽ. ഓൾറെഡി നമ്മൾ കണ്ടു. അപ്പോ നമ്മുടെ നമ്പറായ 51ൽ നിന്നും എത്ര ആഡ് ചെയ്യുക? എത്ര കൂട്ടുക? 1 കൂട്ടുക. അപ്പോ 51 + 1 എന്ത് കിട്ടും? 52 കിട്ടി. പക്ഷെ ഒരു സ്റ്റെപ്പും കൂടെ അഡീഷണൽ ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര കിട്ടിയത്? 52 കിട്ടി. ഓക്കെ, 52 കിട്ടി. ഇതുവരെ ഓക്കെ ആണല്ലോ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കി. നമ്മളുടെ അൾട്ടിമേറ്റ് ബേസ് എന്താ? ആദ്യമേ പറഞ്ഞു, നമ്മളുടെ അൾട്ടിമേറ്റ് ബേസ് എന്താ? 100 ആണ്. 50 എന്ന് പറയുന്നത് 100നെ കമ്പയർ ചെയ്യുമ്പോൾ
എങ്ങനെ വരും? 100 ഡിവൈഡഡ് ബൈ 2 അല്ലേ 50? 100 ഡിവൈഡഡ് ബൈ 2 അല്ലേ 50? ആണല്ലോ. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ 50? അപ്പോൾ എന്ത് ചെയ്യുക? അവസാനം കിട്ടിയതിൽ നിന്നും 2 ഡിവൈഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. 2 ഡിവൈഡ് ചെയ്യുക. അവസാനം കിട്ടിയതിൽ നിന്നും 2 അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയുക. എന്തുകൊണ്ട്? ബേസ് അൾട്ടിമേറ്റ് ബേസ് 100 ആണ്. 100നെ കമ്പയർ ചെയ്യുമ്പോൾ 50 എന്ന് പറഞ്ഞാൽ പകുതിയാണ്, ഹാഫ് ആണ്, ബൈ 2 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോ 52 ഡിവൈഡ് ബൈ 2 എന്താ? 26. ബാക്കി എന്താ? 0, 1. കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. 51ന്റെ സ്ക്വയർ എടുക്കാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 50 ബേസ് ആക്കി ഫിക്സ് ചെയ്തു. അതേ സ്റ്റെപ്പ് 50ൽ നിന്ന് ഒന്ന് കൂടുതൽ 1ന്റെ സ്ക്വയർ എടുത്തു, 0 1 അവസാനം പ്ലേസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ നമ്പറിൽ നിന്നും 1 ആഡ് ചെയ്തു, 52. മൂന്നാമത്തെ സ്റ്റെപ്പ് അഡീഷണൽ ആണ്. എന്താ സ്റ്റെപ്പ്? 100നെ 50 100 കമ്പയർ ചെയ്യുമ്പോൾ 100 ഡിവൈഡ് ബൈ 2 ആണ് 50. അതുപോലെ തന്നെ അവസാനം ആ നമ്പറിനെ കിട്ടിയ റിസൾട്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര? 2601. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അടുത്തൊരു നമ്പർ തരാം, ഒന്ന് ചെയ്ത് നോക്കി. അടുത്തൊരു നമ്പർ ബേസ് നോക്കുക, ബേസ് മനസ്സിലാക്കി വെക്കുക. ബേസ് ഏത് എടുക്കണം? നമുക്ക് 100ന്റെ ബേസ് നമ്മൾ 50ൽ എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? 50ന് അടുത്ത് വരുന്ന നമ്പർ അല്ലെങ്കിൽ ഒരു എത്ര 62 63 ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, 100 ബേസ് ആക്കില്ല. കാരണം 30 വരെയുള്ള സ്ക്വയർ നമുക്ക് അറിയാവൂ. മാക്സിമം 70 വരെയുള്ള നമ്പേഴ്സിന് എന്ന് വെച്ചാൽ 100ൽ നിന്ന് ബാക്കിലോട്ട് 70 വരെയുള്ള എന്ന് വെച്ചാൽ 100 90 80 70 വരെയുള്ള നമ്പേഴ്സിന് നമുക്ക് 100 ഫിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അങ്ങോട്ടും അത് തന്നെ 130 വരെയുള്ള നമ്പേഴ്സിന് ബേസ് 100 ആക്കുന്നതിന് പ്രശ്നമില്ല. കാരണം എന്താ? 30 വരെയുള്ള സ്ക്വയർ നമുക്ക് അറിയാം. പക്ഷെ അതിനുശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ബേസ് സെയിം കൊടുക്കരുത്, ബേസ് മാറ്റണം. അങ്ങനെയാണ് എങ്കിൽ 49ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞേ. 49ന്റെ സ്ക്വയർ 49 സ്ക്വയർ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യുക നോക്കി. 2 ഭാഗങ്ങളാക്കി. 50 ആണ് നമ്മുടെ ബേസ്, അൾട്ടിമേറ്റ് ബേസ് 100 ആണ്. മറക്കരുത്. 50ൽ നിന്ന് എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ്? 1 കുറവാണ്. അത് മനസ്സിൽ തന്നെ വെക്കുക. 49 എന്ന് പറയുമ്പോൾ 50ൽ നിന്ന് 1 കുറവല്ലേ? 1 കുറവാണല്ലോ. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് 1 കുറവല്ലേ? 1ന്റെ സ്ക്വയർ എടുക്കുക. എന്ത് കിട്ടും? 1. 1നെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ലല്ലോ, 2 ഡിജിറ്റ് വേണ്ടേ, 2 അക്കങ്ങൾ വേണ്ടേ? അപ്പൊ 0 എടുക്കുക. അവസാനം എന്ത്? 01. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഏതാണോ നമ്പർ 49, അതിനെ കമ്പയർ ചെയ്യണം. എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? 50ൽ നിന്ന് 1 കുറവല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ നമ്പറായ 49ൽ നിന്നും എന്ത് കുറയ്ക്കാം? 1 കുറയ്ക്കാം. എന്ത് കിട്ടി? 48 കിട്ടി. ഡയറക്റ്റ് കൊണ്ടെഴുതി. പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ അൾട്ടിമേറ്റ് ബേസ് ആയ 100ൽ നിന്നും 2 ഡിവൈഡ് ചെയ്യുന്നതാണ് 50. അപ്പോൾ എന്ത് ചെയ്യുക? അവസാനത്തെ സ്റ്റെപ്പിൽ നിന്നും 2 ഡിവൈഡ് ചെയ്യുക. 47 ഡിവൈഡ് ബൈ 2 എന്താ? 24. ബാക്കി എന്താ? 01. അപ്പോ 49 സ്ക്വയർ എന്താ? 2401. അങ്ങനെയാണ് എങ്കിൽ 41 സ്ക്വയർ എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. 41ന്റെ സ്ക്വയർ എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. 41ന്റെ സ്ക്വയർ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ്, ഈ ഒരു സ്ക്വയർ കാണുന്ന മെത്തേഡ് മനസ്സിലായെങ്കിൽ കമന്റിൽ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ ആണ് എന്ന് കമന്റിൽ ഇടണം കേട്ടോ. നോക്കി. അപ്പോ ഇത് ഓക്കെ ആയല്ലോ നിങ്ങൾക്ക്? ഇതിനി ഒന്നുകൂടെ പറയണ്ടല്ലോ. 100-ന് അടുത്തുള്ളത് 50-ന് അടുത്തുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കാണാൻ ഇനി പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പറിന്റെ സ്ക്വയർ കൂടെ ഒന്ന് നോക്കിയാലോ? നോക്കി. 151 സ്ക്വയർ. ഒന്നുകൂടി എഴുതാം. 151 സ്ക്വയർ. 151ന്റെ സ്ക്വയർ. ഞാൻ പറഞ്ഞു 100 ബേസ് ആക്കി എടുക്കാൻ പറ്റുമോ? ഇതില് ഇല്ല. എന്ന് വെച്ചാൽ എന്താ? 30 വരെ സ്ക്വയർ അറിയാം. 130 വരെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല.
കാണാം. പക്ഷേ 130 മുകളിലുള്ള നമ്പർ അല്ലേ ഇത്? ആണല്ലോ 151. അപ്പോൾ എന്തായിരിക്കും ബേസ് ആക്കി എടുക്കേണ്ടത്? എന്തായിരിക്കും ബേസ് ആക്കി എടുക്കേണ്ടത്? വേറെ ഒന്നുമില്ല, 150 തന്നെ ബേസ് ആക്കി എടുക്കുക. പ്രശ്നമൊന്നുമില്ല. 150 ബേസ് ആക്കി എടുക്കുക. ക്ലിയർ ആണോ? അൾട്ടിമേറ്റ് ബേസ് 100 ആണ്. അത് എപ്പോഴും മൈൻഡിലിരിക്കണം. നോക്കിയേ, സെയിം സ്റ്റെപ്പ് തന്നെ രണ്ട് ഭാഗങ്ങളാക്കുക. വലത് നിന്ന് ഇടതേക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. വലത് നിന്ന് ഇടതേക്ക്. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? 150 അല്ലേ നമ്മുടെ ബേസ്? എത്ര കൂടുതലാണ് നമ്മുടെ നമ്പർ? 1 മാത്രം കൂടുതലല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? 1 സ്ക്വയർ എന്ത് 1 ഒറ്റയ്ക്ക് ഇടാൻ പറ്റുമോ? ഒരു ഡിജിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? 2 ഡിജിറ്റ് ആക്കുക. ഒരു 0 ലെഫ്റ്റിൽ കൊടുക്കുക, അവസാനം 01. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ബേസ് ആയ 150 നിന്നും എത്ര കൂടുതലാ? 1 കൂടുതൽ. അപ്പോ നമ്മുടെ നമ്പറായ 151 നിന്നും എത്ര ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി? 152. കഴിഞ്ഞല്ലോ. നേരെ ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? 15201. ആണോ? അല്ല. നമ്മൾ 50ന്റെ ബേസ് എടുത്തപ്പോൾ 50 ബേസ് ആക്കിയപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തായിരുന്നു? 100 നമ്മുടെ അൾട്ടിമേറ്റ് ബേസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവസാന സ്റ്റെപ്പ് നമ്മൾ ഇട്ടത്. ആണല്ലോ? ഇവിടെ അത് തന്നെ ചെയ്യണം. നോക്കിയേ, 100ഉം 150, 100ഉം 150. ഇപ്പോൾ എന്താ? 100 ഇൻറ്റു 3/2 അല്ലേ 150? 100 ഇൻറ്റു 3/2 അല്ലേ 150? ഡൗട്ട് ഉണ്ടോ? 150/100 ചെയ്ത് നോക്കിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. നമ്മളുടെ ബേസ് ന്യൂമറേറ്ററിൽ കൊടുക്കുക, നമ്മൾ അൾട്ടിമേറ്റ് ബേസ് ആയ 100 ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ചെയ്ത് നോക്കുക, എന്ത് കിട്ടും? 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 ഇൻറ്റു 3 അല്ലേ 150? 50 ഇൻറ്റു 2 അല്ലേ 100? അത് തന്നെയാ. ഇൻറ്റു 3/2. 50ന്റെ ബേസ് ആയിരുന്നെങ്കിലോ 50 ഡിവൈഡഡ് ബൈ 100. 50 കൊണ്ട് കട്ട് ചെയ്യാലോ. 1, 2, 1/2. ഇങ്ങനെയാണ് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം? 3/2 കൊണ്ട് അവസാനം കിട്ടിയതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 3/2. അതായത് 152 ഇൻറ്റു 3/2. 152 ഇൻറ്റു 3/2. എന്തുകൊണ്ട്? ബേസ് 100 ആയ ബേസിൽ നിന്ന് 150ലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. ആ മാറ്റമാണ് എന്ത്? 3/2. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 76 ഇൻറ്റു 3. നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 228. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ടേ? 22801. ഇത്രേ ഉള്ളൂ. 228001. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ബേസ് അടുത്തുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഫിക്സ് ചെയ്യുക. 50, 100, 150, 200, 300 ഒരു പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം? അൾട്ടിമേറ്റ് ബേസ് 100 ആണെന്നുള്ളൊരു ഐഡിയ വേണം. അൾട്ടിമേറ്റ് ബേസ് നമ്മുടെ എത്ര? 100 ആണ്, 100 ആണ്. അപ്പൊ 100ൽ നിന്ന് 150ലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഏതാണോ നമ്മുടെ ബേസ് ഫിക്സ് ചെയ്ത് അതിലേക്ക് എത്താനുള്ള വഴി ആലോചിക്കുക. വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യുക? ഏതാണോ ബേസ് ഡിവൈഡഡ് ബൈ അൾട്ടിമേറ്റ് ബേസ് ആയ 100, ഏതാണോ ബേസ് ഡിവൈഡഡ് ബൈ 100, അത് ഡയറക്റ്റ് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 148ന്റെ സ്ക്വയർ എന്താണ് എന്നുള്ളത് ഒന്ന് പറയണേ. 148ന്റെ സ്ക്വയർ എന്താണെന്നുള്ളത് ഒന്ന് പറയണേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബേസസ് എടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ് ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പാടാണ്. എന്ന് വെച്ചാൽ എന്താ, 30 വരെയുള്ള സ്ക്വയർ നിങ്ങൾക്ക് അറിയാവൂ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ബേസ് എടുക്കാൻ, ബേസ് ഫിക്സ് ചെയ്യാൻ. നോക്കിയേ, 100 ആണ് എങ്കിൽ അവസാന സ്റ്റെപ്പിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 കൊണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി 50 ആണ് എങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട്. ഇനി 150 ആണ് എങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 200 ആണെങ്കിൽ എന്താ? ഇൻറ്റു 2 അല്ലേ? 100 ഇൻറ്റു 2 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 300 ആണെങ്കിലോ ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 ഇൻറ്റു 3 അല്ലേ 300? ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടുപോകാം, ഒരു പ്രശ്നവുമില്ല.
ഇനിയിപ്പോ 1001ന്റെ സ്ക്വയർ നിങ്ങൾ കാണാൻ പറയുക. അപ്പോൾ എന്ത് ചെയ്യണം? 1000 ബേസ് ആക്കി ഫിക്സ് ചെയ്യണം. 100 ഇൻറ്റു എത്രയാണ് 1000? 10. അത്രയേ ഉള്ളൂ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കി എല്ലാ സ്റ്റെപ്പും ഒരേപോലെ തന്നെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ, ഒരു പ്രശ്നവും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുള്ള സ്ക്വയർ എടുക്കുന്നത് ഒരു പ്രശ്നവുമില്ല. ഈ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ബാച്ച് ആദ്യമേ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച്, RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച് എന്നാണ് നമ്മുടെ ബാച്ചിന്റെ പേര്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് എക്സാമിനെ കുറിച്ച് പഠിച്ചിട്ട് വേണ്ട ടോപ്പിക്സ് മാത്രം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എക്സാം വരെ നിങ്ങളെ എത്തിക്കുന്ന ഒരു കോഴ്സാണ് ഇത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി കോഴ്സ്. 1 വർഷം വാലിഡിറ്റിയും ഉണ്ട്. ക്ലിയർ ആണോ? മെന്റർ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഓരോ കോഴ്സും അനൗൺസ് ചെയ്യുന്നത്, ഓരോ കോഴ്സും കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ, ഏത് കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടോ, ആ ടൈമിൽ തന്നെ നമ്മുടെ മെന്റേഴ്സിനെ ഇൻഫോം ചെയ്താൽ അവർ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നിരിക്കും. ക്ലാസ്സിനെ കുറിച്ചാണെങ്കിലും, എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലും, എന്തെങ്കിലും മാത്സിന്റെയോ റീസണിങ്ങിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ GK ടോപ്പിക്കോ ഏത് ഡൗട്ട് ആണെങ്കിലും നമ്മുടെ മെന്റേഴ്സ് സോൾവ് ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആണ് RRB ഗ്രൂപ്പ് ഡി അസ്ത്ര ബാച്ച്. നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓഫർ എന്ന് വെച്ചാൽ ആദ്യത്തെ 50 കുട്ടികൾക്ക്, ആദ്യം 50 അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക്, ആദ്യത്തെ 50 നമ്മുടെ കുട്ടികൾക്ക് 3999, അതായത് 4000 എന്ന നമ്മുടെ കോഴ്സ് ഫീ 2999 രൂപ മാത്രമേ, 1000 രൂപ കുറച്ചാണ് നമ്മൾ കുട്ടികൾക്ക്, ആദ്യത്തെ 50 കുട്ടികൾക്ക് മാത്രം, ആദ്യത്തെ 50 പേർക്ക് മാത്രമേ ഉള്ളൂ, അത് ഓർക്കുക. അപ്പോൾ ഈ ഒരു ഓഫർ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഡീറ്റെയിൽ അറിയേണ്ടുന്നവർ ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇവിടെ ദൂരീകരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വെറുതെ എങ്കിലും വിളിച്ചു ചോദിക്കണം. എന്തെങ്കിലും കോഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമോ, വെറുതെ എങ്കിലും വിളിച്ചു ചോദിക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും പഠിക്കുക, സ്ക്വയേഴ്സ് എടുക്കാൻ ചെയ്തു നോക്കുക. നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഹോംവർക്ക് ചെയ്ത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.